കേരളത്തിൽ തൃശൂരിൽ ഈ രീതിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇന്ന് തൃശൂർ DCC പ്രസിഡന്റാണ് ഇന്നലെ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ചില തെളിവുകളൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞു. സുരേഷ് ഗോപി MP-ക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ഇതിനെങ്ങനെയായിരിക്കും ഇനി പെർസ്യൂ ചെയ്യുന്നത്? അതെ, അതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. കാരണം ഇത്രയും വലിയ തെളിവുകൾ കൊടുത്തിട്ടും അതിന് അനങ്ങാപ്പാറ നയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് കോടതിയിൽ പോകാമെന്ന് വിചാരിച്ചാൽ നമുക്കറിയാം, കോടതിയിൽ നിന്ന് വരുന്ന പല പരാമർശങ്ങൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ കഴിഞ്ഞ ദിവസം ചൈന വിഷയത്തിലുണ്ടായ പരാമർശം, അത്തരം കാര്യങ്ങളിലൊക്കെ ഏകപക്ഷീയമായി പോകുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ വിലക്കെടുത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ള രാജ്യത്തുള്ളത്. BJP-യുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും വിലക്കെടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അധികാരം വെച്ച് അവർക്ക് ആവശ്യമുള്ളതുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഇത്ര ദിവസമായി 2-3 ദിവസമായിട്ട് ഇത് ചർച്ചയാവുകയാണല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു നേതാക്കന്മാരും കേരളത്തിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അട്ടിമറി നടന്നിട്ട് ഇത്രയും വലിയുള്ള തെളിവ് സഹിതമുള്ള തെളിവുകൾ പുറത്തുവിട്ടിട്ട് പോലും എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ ഇതിൻ്റെ അകത്ത് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത്? തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കണമല്ലോ. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഞങ്ങൾ സംശയം പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. അന്ന് DC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ജോസ് വള്ളൂർ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പല വോട്ടുകളും പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ നിന്ന് ഇവിടെ കൊണ്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ള പരാതി ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ പുറത്തു വന്നതാണ്. ഇടപെടുകയാണ് ദീപ്തി.